പ്രപഞ്ചത്തിൽ എന്തെല്ലാം വൈവിധ്യമായ വസ്തുക്കളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് ഈ വൈവിധ്യത്തിന് പിന്നിലെ രഹസ്യം? ഓരോ വസ്തുക്കളും വ്യത്യസ്ത പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണികകളായ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ തന്മാത്ര? മോളിക്യൂൾ. It is the smallest particle of an element or a compound having the same chemical properties of that element or compound. അതായത് ഒരു മൂലകത്തിൻ്റെയോ ഒരു സംയുക്തത്തിൻ്റെയോ എല്ലാ രാസ സ്വഭാവങ്ങളും കാണിക്കുന്ന അതിലെ ഏറ്റവും ചെറിയ കണികയാണ് നാം തന്മാത്ര എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് എലമെന്റ്, എന്താണ് കോമ്പൗണ്ട്? പ്യുവർ സബ്സ്റ്റൻസിനെ, ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും: എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. നാം ഇവിടെ എലമെന്റായ അയണിനെ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ കോമ്പൗണ്ടായ വാട്ടർ. അയൺ Fe ഇതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന അതിലെ ഏറ്റവും ചെറിയ തരിയാണ് അതിൻ്റെ തന്മാത്ര, അതായത് മോളിക്യൂൾ. അതുപോലെ തന്നെയാണ് ജലത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന അതിലെ ഏറ്റവും ചെറിയ കണമാണ് അതിൻ്റെ മോളിക്യൂൾ. ഇവിടെ Fe2 ആണ് അയണിൻ്റെ മോളിക്യൂൾ. അങ്ങനെയെങ്കിൽ H2O ആണ് വാട്ടറിൻ്റെ മോളിക്യൂൾ. എന്താണ് ഒരു മോളിക്യൂളിൻ്റെ സവിശേഷത? ഒരു മോളിക്യൂളിന് നിശ്ചിത മാസും സൈസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു മോളിക്യൂളിനെ നമുക്കതിൻ്റെ റെസ്പെക്റ്റീവ് ആറ്റംസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ Fe2, അതായത് അയൺ 2 ആറ്റങ്ങൾ ചേർന്ന ഒരു മോളിക്യൂളായാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു മോളിക്യൂളിനെ 2 ആറ്റമായി സബ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. എന്താണ് ആറ്റം? ആറ്റത്തിൻ്റെ ഘടന എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നടന്നിരിക്കുന്ന പഠനങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് നാം ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ മൂവിങ് ടു അവർ ഫസ്റ്റ് ചാപ്റ്റർ, സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഘടന. ഒരു വസ്തുവിലെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റത്തെക്കുറിച്ച് നമുക്ക് ആദ്യമായി പറഞ്ഞു തന്നത് ജോൺ ഡാൾട്ടൺ ആണ്. 1807 ആറ്റത്തെക്കുറിച്ച് അദ്ദേഹം വ്യത്യസ്ത പഠനങ്ങൾ നടത്തി. അതിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം ഡാൾട്ടൺസ് അറ്റോമിക് തിയറി മുന്നോട്ട് വെച്ചു. ആ കാലത്ത് ശാസ്ത്രലോകത്തിന് അതിനെ എതിർക്കുവാനോ ആ കണ്ടെത്തലുകളെ മറികടക്കുവാനോ യാതൊരുവിധ പഠനങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിക്ക് വലിയൊരു പങ്കുണ്ട്. എന്താണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി നമുക്ക് പറഞ്ഞു തരുന്നത്? അദ്ദേഹത്തിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റം. അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ് മാറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ആറ്റം cannot be divided during a chemical reaction. Atom can neither be created nor be destroyed. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റം വിഭജിക്കപ്പെടുന്നില്ല. അതുമാത്രമല്ല, ഒരു ആറ്റത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുന്നില്ല. ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ് സച്ച് ആസ് മാസ് ആൻഡ് സൈസ്. മാസിലും സൈസിലും ഒരേ എലമെന്റുകളുടെ ആറ്റം ഐഡന്റിക്കൽ ആയിരിക്കും. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സൈസ് ആൻഡ് മാസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ സൈസും മാസും വ്യത്യസ്തമായിരിക്കും. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ടേക്ക് പാർട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combined in a simple ratio. ഒരു നിശ്ചിത അനുപാതത്തിൽ 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു സംയുക്തം ആയി മാറുന്നു. ഇത്രയുമാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയുടെ പ്രധാന പോസ്റ്റുലേറ്റ്സ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് ശേഷവും ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയുമോ എന്നുള്ള തുടർ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് അനേകം സയൻറ്റിസ്റ്റുകൾ അവരുടെ ഓരോ തിയറി നമുക്ക് മുന്നിൽ പ്രകാശനം ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട 1-2 തിയറിയാണ് നാം ഇനി നോക്കാനായി പോകുന്നത്. അതിൽ ആദ്യം പരിചയപ്പെടുന്നത് സർ ഹംഫ്രി ഡേവിയെക്കുറിച്ചാണ്. എന്തായിരുന്നു സർ ഹംഫ്രി ഡേവിയുടെ പരീക്ഷണം? കോമ്പൗണ്ടുകളിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് അവയുടെ റെസ്പെക്റ്റീവ് എലമെന്റ്സ് ആക്കി മാറ്റുകയായിരുന്നു ഹംഫ്രി ഡേവി ചെയ്തത്. അങ്ങനെ അദ്ദേഹം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം പോലെയുള്ള എലമെന്റുകൾ വേർതിരിച്ചെടുത്തു. കോമ്പൗണ്ടുകളിൽ മാത്രമല്ല, ലിക്വിഡ്സിലും അദ്ദേഹം വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടെത്തി
എല്ലാ വസ്തുവിലും രണ്ട് ചാർജുള്ള പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്നു. ഒന്നൊരു പോസിറ്റീവ് ചാർജുമാണ്, ഒന്നൊരു നെഗറ്റീവ് ചാർജുമാണ്. ഈ ചാർജുകളാണ് ഈ വസ്തുക്കളെ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും സർ ഹംഫ്രി ഡേവി പറഞ്ഞു. അതിനുശേഷം അതിന് ചുക്കാൻ പിടിച്ചു വന്നത് മൈക്കിൾ ഫാരഡേ ആയിരുന്നു. മൈക്കിൾ ഫാരഡേയും ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ച് അവയെ ഘടകങ്ങളായി വേർതിരിച്ചു. ഇതിനെയാണ് നാം ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റിയുടെ പിതാവെന്നറിയപ്പെടുന്നതും മൈക്കിൾ ഫാരഡേയെ തന്നെയാണ്. എന്നിരുന്നാലും ഇതിന് അധികം ശാസ്ത്രീയ പിൻബലങ്ങളൊന്നും നമുക്ക് നൽകാനായി സാധിച്ചില്ല. അതുകൊണ്ട് തുടർ പഠനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടേയിരുന്നു. ആറ്റത്തിന്റെ കണ്ടെത്തലിൽ വളരെ വലിയൊരു മാറ്റം സൃഷ്ടിച്ചത് ജെ തോംസന്റെ പരീക്ഷണങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ കാഥോഡ് എക്സ്പെരിമെന്റിൽ നിന്നും ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അവയെ അദ്ദേഹം ഇലക്ട്രോണുകൾ എന്ന് വിളിച്ചു. ഇവയ്ക്ക് നിശ്ചിത മാസും അതുപോലെ തന്നെ നിശ്ചിത എനർജിയും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യം തന്നെ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള കണങ്ങളുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. അതിൽ നെഗറ്റീവ് ചാർജുകളെ കുറിച്ച് ജെ തോംസൺ പറഞ്ഞു തന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിന് നമുക്കൊരു വ്യക്തത തന്നത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അദ്ദേഹത്തിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ ആറ്റത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയാണ് നമുക്ക് ഏണസ്റ്റ് റുദർഫോർഡ് നൽകിയത്. ഒരു തിൻ ഗോൾഡ് ഫോയിലിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ പാസ് ചെയ്യിപ്പിച്ചു. ശേഷം ഇതിന്റെ ഔട്ട്പുട്ടിനെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് കോട്ട് ചെയ്തു. ഈ എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ആറ്റത്തെക്കുറിച്ച് വ്യക്തമായൊരു സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയത്. എന്തൊക്കെയായിരുന്നു അതിലെ പ്രധാന കണ്ടെത്തലുകൾ? ആറ്റത്തിലെ മേജർ പോർഷനും എംറ്റി ആണ്. ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഏരിയയെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. പിന്നീടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമായി ഈ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള കണങ്ങളെ പ്രോട്ടോണുകളാണെന്ന്. ഇവയാണ് ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത്. അങ്ങനെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിനെ കുറിച്ചും നെഗറ്റീവ് ചാർജിനെ കുറിച്ചും വളരെ വ്യക്തമായ ഒരു ധാരണ കിട്ടി. അതിനുശേഷം പഠനങ്ങൾ നടത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. റുദർഫോർഡിന് കീഴിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുകളുള്ള ഇലക്ട്രോണുകളും മാത്രമല്ല ചാർജ് ഇല്ലാത്ത കണങ്ങളുണ്ടെന്ന് കൂടി കണ്ടെത്തി. അവയാണ് ന്യൂട്രോണുകൾ. അങ്ങനെ ഒരാറ്റത്തിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ എന്നിവയുണ്ടെന്ന് കണ്ടെത്തി. ഇനി എന്താണ് ഇവയുടെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജുള്ളവയാണ് ഇലക്ട്രോണുകൾ. ന്യൂട്രോൺ ചാർജ് ഇല്ലാത്തവയാണ്, അതായത് ചാർജ് ലെസ് ആണ്. ഇനി ഇവയുടെ മാസ് നമുക്ക് കമ്പയർ ചെയ്യാം. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് ഇക്വലന്റ് ആണ്. എന്താണ് ഇലക്ട്രോണിന്റെ മാസ്? 1/1837 പാർട്ട് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ മാസിന് തുല്യമാണ്, അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്. ഇനി എവിടെയാണ് ഇവയെല്ലാം കാണപ്പെടുന്നത്? പ്രോട്ടോൺ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ ആകട്ടെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. ന്യൂട്രോൺ ആകട്ടെ ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്. ഇത്രയുമാണ് ഇവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരാറ്റത്തിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യവും അവയുടെ ചാർജ് വിപരീതവുമാണ്. അതുകൊണ്ട് തന്നെ ആറ്റത്തെ നമുക്ക് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വിളിക്കാൻ സാധിക്കും.